ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഐറ്റംസ് റിട്ടേൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം ഞാൻ മൾട്ടിപ്പിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിൻ്റെ ഒരു എംപ്ലോയി ID അല്ലെങ്കിൽ നെയിം കൊടുക്കുകയാണെങ്കിൽ അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് VLOOKUP, HLOOKUP, ഇൻഡെക്സ് ആൻഡ് മാച്ച് ഈ ഫംഗ്ഷൻസിനൊക്കെ തന്നെ ഈ ഒരൊറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഹൊറിസോണ്ടലി ലുക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഏതൊരു സൈഡിൽ നിന്നും നമുക്ക് വാല്യൂസ് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ലുക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കറിയാം VLOOKUPന് ലിമിറ്റേഷൻ ഉണ്ട്. VLOOKUP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലേക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കും കൂടി ലുക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 3 പാരാമീറ്റേഴ്സേ ഈ ഫംഗ്ഷന് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നുള്ളൂ. പിന്നെ ഈ ഫംഗ്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർമുല റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡാറ്റയിൽ എന്തെങ്കിലും ചേഞ്ച്, അതായത് കോളമോ റോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഫോർമുലേനെ എഫക്റ്റ് ചെയ്യില്ല. ബൈ ഡീഫോൾട്ട് ഈ ഫംഗ്ഷനിൽ എക്സാക്ട് മാച്ച് ആണുള്ളത്. അതുകൊണ്ട് തന്നെ മാച്ച് മോഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫംഗ്ഷൻ ഏതാണെന്ന് അറിയണ്ടേ? നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് XLOOKUP ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ എംപ്ലോയി നെയിമും മന്ത്ലി സാലറിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് കുറച്ച് എംപ്ലോയീസിൻ്റെ നെയിം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എനിക്കിവിടെ വേണ്ടത് മന്ത്ലി സാലറി ആണ്. ഓക്കെ, ഈക്വൽ ടു ഇടുന്നു. ദെൻ XLOOKUP എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ വരുന്നുണ്ട്. ടാപ്പ് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോമുല വേഗം തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ആർഗ്യുമെൻ്റ് അല്ലേ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എറിക്കിനെയാണ്. ഓക്കെ, ദെൻ കോമയിട. ആ എറിക്കിൻ്റെ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു, കോമയിട്ടു. ലുക്കപ്പ് അറേ ആണ് നെക്സ്റ്റ് ഉള്ളത്. ലുക്കപ്പ് അറേ മീൻസ് അതായത് ലുക്കപ്പ് വാല്യൂ ഉള്ളത് എവിടെയാണോ അതിൻ്റെ അറേ, അതിൻ്റെ ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എംപ്ലോയി നെയിം എന്നുള്ള ഈ കോളം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ദെൻ അഗെയിൻ കോമ ഇടുന്നു. അടുത്തത് വേണ്ടത് റിട്ടേൺ അറേ ആണ്. ഓക്കെ, റിട്ടേൺ അറേ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസൾട്ട്, അതായത് മന്ത്ലി സാലറി എവിടെയുള്ളത് ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. റിട്ടേൺ അറേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിട്ടേൺ ചെയ്യേണ്ട അറേ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൂടി സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ ഓർഡറിലല്ല പേരിട്ടിട്ടുള്ളത്. എറിക്, സ്മിത്ത്, മേരി എന്ന് പറയുന്നയാൾ പിന്നെ ഫസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഇവിടെ എന്ത് യൂസ് ചെയ്യണം? അബ്സല്യൂട്ട് റെഫറൻസ് എന്നുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യണം. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫംഗ്ഷൻ കീയും F4ഉം കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പാരന്തസിസ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. കണ്ടോ, എറിക്കിൻ്റെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 92,830 ആണ്. കണ്ടല്ലോ, വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫോമുല താഴേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സാലറിയും വന്നിട്ടുണ്ടാവും. മേരീൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 86,795 ആണ്. ഓക്കെ, കറക്റ്റാണ്. ആകെ 3 ആർഗ്യുമെൻറ്റ്സ് മാത്രമേ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അല്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ലുക്കപ്പ് പറ്റുമെന്ന് അല്ലേ. XLOOKUP യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് ലുക്കപ്പ് പോസിബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ എംപ്ലോയി നെയിം തന്നിട്ട് എംപ്ലോയി ID ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. എംപ്ലോയി നെയിം എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്, പക്ഷേ നമ്മുടെ എംപ്ലോയി ID എന്ന് പറയുന്നത് ലെഫ്റ്റിലാണുള്ളത്. അപ്പോൾ അത് പോസിബിൾ ആണോ നമുക്ക് നോക്കാം. XLOOKUP യൂസ് ചെയ്തിട്ട് ഈക്വൽ ടു ഇടുന്നു. XLOOKUP ദെൻ ഫസ്റ്റ് വേണ്ടത് എന്താണ്? ലുക്കപ്പ് വാല്യൂ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നിസ എന്നുള്ളതാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ലുക്കപ്പ് അറേ ആണ് അടുത്തത്, അതായത് ആ പേരുള്ള കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ കോമ ഇടുന്നു. പിന്നെ വേണ്ടത് റിട്ടേൺ അറേ ആണ്. സോ നമുക്ക് വേണ്ട റിട്ടേൺ അറേ എന്ന് പറയുന്നത് എംപ്ലോയി IDൻ്റെ റിട്ടേൺ അറേ ആണ്. അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒന്നും ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് നമ്മളിവിടെ മാച്ച് മോഡ് ഇടാത്തതെന്ന് അറിയാം. ഇത് ബൈ ഡീഫോൾട്ട് എക്സാക്ട് മാച്ച് ആണ് എടുക്കുക, അതായത് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻ്റർ കീ അടിക്കുന്നു. നിസയുടെ എംപ്ലോയി ID എന്ന് പറയുന്നത് 111 ആണ്. അബ്സല്യൂട്ട് റെഫറൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഫോമുല താഴേക്ക് കോപ്പി ചെയ്യുകയാണ്. കണ്ടോ, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരുടെ എംപ്ലോയി IDസും റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സംഭവം. ഓക്കെ, അപ്പോൾ XLOOKUP യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആകെ 3 ആർഗ്യുമെൻറ്റ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലുക്കപ്പ് അറേയും റിട്ടേൺ അറേയും, ഓക്കെ, എംപ്ലോയി നെയിമും മന്ത്ലി സാലറി ആണെങ്കിൽ അതായത് ആ ലെങ്ത് എപ്പോഴും സെയിം ആയിരിക്കണം. ഇത് മാത്രമല്ല XLOOKUP യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഐറ്റംസിലെ അറേസ് കൂടി റിട്ടേൺ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതായത് ഇത്ര നേരം നമ്മൾ കണ്ടത് ഒരു ഫീൽഡ് മാത്രം റിട്ടേൺ ചെയ്യുന്നതാണ് അല്ലേ. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് എംപ്ലോയി IDs ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ XLOOKUPൻ്റെ ഫോമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലുക്കപ്പ് അറേ എന്ന് പറയുന്ന IDസിൻ്റെ ആ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് വേണ്ട റിട്ടേൺ അറേ ആണ്. റിട്ടേൺ അറേ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ റിട്ടേൺ അറേയിൽ പെടുത്തണം. അതായത് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഹയർ ഡേറ്റ്, മന്ത്ലി സാലറി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്.
അതായത് ഒരു ഹ്യൂജ് ഡാറ്റയിൽ നിന്ന് നമുക്ക് കുറച്ച് പേരുടെ മാത്രം ഡാറ്റ കളക്ട് ചെയ്യണമെന്നാണെങ്കിൽ വളരെ യൂസുള്ള ഒരു ഫംഗ്ഷനാണ്. ദെൻ കോമയുടെ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റെഫറൻസിങ് ഫിക്സ് ചെയ്യാണ്. ദെൻ നമുക്ക് എൻ്റർ കീ അടിക്കാം. കണ്ടോ, എംപ്ലോയി ID 106 ഉള്ള ആളുടെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജോ ആണ്, മാർക്കറ്റിംഗ് ആണ്, 2/24/2019 ആണ്, പിന്നെ അയാളുടെ സാലറി എന്ന് പറയുന്നത് 66,580 ആണ്. കണ്ടല്ലോ, അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കോപ്പി ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 സ്ഥലത്തും നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫോർമാറ്റിംഗ് കൊണ്ടാണ്. അപ്പോൾ Ctrl+1 അടിച്ചിട്ട് ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് അതുപോലെ വന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ XLOOKUP യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് റിട്ടേൺ ചെയ്യും. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതായത് നമുക്ക് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് കൂടി ഉണ്ടല്ലേ, അപ്പോൾ അതുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇഫ് നോട്ട് ഫൗണ്ട് എന്നുള്ള ഒരു 4th ആർഗ്യുമെൻറ്റ് കാണാം അല്ലേ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് നമുക്ക് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാവുന്നതാണ്. അതാണ് ഇഫ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. മാച്ച് മോഡ് ഇതിൽ ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ബൈ ഡീഫോൾട്ട് എന്താണ് എക്സാക്ട് മാച്ചിലാണുള്ളത്. പക്ഷേ നമുക്ക് ചില സമയത്ത് അപ്രോക്സിമേറ്റ് മാച്ച് വേണ്ട സമയത്താണ് നമ്മൾ ഈ മാച്ച് മോഡ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ സെർച്ച് മോഡാണുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിവിടെ XLOOKUP ഇതാ ഇങ്ങനെയാണ് സെർച്ച് മോഡ്. ഞാൻ സെർച്ച് മോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫസ്റ്റ് ടു ലാസ്റ്റ് സെർച്ച് ചെയ്യണോ, ലാസ്റ്റ് ടു ഫസ്റ്റ് സെർച്ച് ചെയ്യണോ, ബൈനറി സെർച്ച് ഉണ്ട്, ഇതിലേത് സെർച്ച് ആണോ വേണ്ടത്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ XLOOKUP ഹൊറിസോണ്ടലി വാല്യൂസ് ലുക്കപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാറ്റ ഇട്ടിട്ടുണ്ട്. എംപ്ലോയി ID കൊടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ XLOOKUP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയി ID ആണ്, കോമ ഇടുന്നു. ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് എന്താണ്, ഈ എംപ്ലോയി IDൻ്റെ കംപ്ലീറ്റ് അറേ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോമ ഇടുന്നു. ദെൻ റിട്ടേൺ അറേ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറേ ആണ്, ഏതാണോ റിട്ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. ഇനി നമുക്ക് ആ റെഫറൻസിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഫോർമുല കോപ്പി ചെയ്യാം. കണ്ട 104 ഉള്ള ആളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ലുക്കപ്പും കൂടി XLOOKUP യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ XLOOKUP എന്ന് പറയുന്നത് റിലീസായത് 2020 ജനുവരി ആണ്. അപ്പോൾ ഓഫീസ് 365 യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ 2021 ഓഫീസ് വേർഷൻ യൂസ് ചെയ്യുന്നവർക്കും ആണ് XLOOKUP ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് XLOOKUP യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ office.com എടുക്കുക, അതിൽ നമുക്ക് എല്ലാം വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് വർക്ക് ബുക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. XLOOKUP എന്ന് അടിക്കുമ്പോൾ തന്നെ കണ്ട XLOOKUP വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.